നമസ്കാരം. റിപ്പോർട്ടർ ചാനലുമായി കോൺഗ്രസ് നിസ്സഹകരണം പ്രഖ്യാപിച്ചത് ഈ വർഷം ജനുവരിയിലായിരുന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ചാനൽ കോൺഗ്രസിനെതിരെ തുടക്കം മുതൽ തുടർച്ചയായി വ്യാജ വാർത്തകൾ സംപ്രേഷണം ചെയ്തു എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആരോപണം. തുടർന്ന് ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി കോൺഗ്രസ് ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയായിരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള യുദ്ധം കോൺഗ്രസ് അവസാനിപ്പിച്ചു. ഇതിന് പിന്നാലെ ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ടർ ടിവിയുമായി സഹകരിക്കാൻ KPCC തീരുമാനിച്ചെന്ന് ചാനൽ ചർച്ചയിൽ അവതാരകയായ സ്മൃതി പരുത്തുകാട് അവകാശപ്പെട്ടിരുന്നു. തുടർന്ന് നടന്ന ചാനൽ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ KPCCയുടെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അണികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കോൺഗ്രസിൻ്റെതായ പല സൈബർ പേജുകളിലും അണികൾ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാർട്ടിക്കെതിരെ പ്രചാരണം നടത്തിയപ്പോൾ പ്രവർത്തകർ തുടങ്ങിവെച്ച ബഹിഷ്കരണം അന്ന് KPCC ഏറ്റെടുക്കുകയും അന്നത്തെ പ്രസിഡന്റ് K. സുധാകരൻ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഈ ബഹിഷ്കരണം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് ഇതിന് തീരുമാനമെടുത്തതെന്ന് അറിയില്ല. നേരത്തെ റിപ്പോർട്ടർ ചാനലിലെ പീഡന പരാതിയിൽ ഉൾപ്പെടെ ചാനലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ബഹിഷ്കരണം പിൻവലിച്ചത് സംബന്ധിച്ച് ഔദ്യോഗികമായി കുറിപ്പുകളൊന്നും പുറത്തു വരാത്തതിനാൽ ആരാണ് ഈ തീരുമാനമെടുത്തതെന്നും അണികൾ ചോദിക്കുന്നു. വിഷയത്തിൽ ഇപ്പോഴത്തെ KPCC നേതൃത്വത്തോടുള്ള പ്രതിഷേധവും മുൻ KPCC പ്രസിഡന്റിന്റെ നിലപാടിനെയും അവർ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ കോൺഗ്രസിന്റെ സൈബർ പേജായ പോരാളി വാസുവിൽ വന്ന ഒരു കുറിപ്പ് ഇങ്ങനെയാണ്: പാർട്ടിയെ SDPIയോട് കൂട്ടിക്കെട്ടിയതിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. 10ഓളം പ്രവർത്തകർക്കെതിരെ കോടതിയിൽ കേസും നിലനിൽക്കുന്നു. മൊട്ടയും മരമുറി ആൻഡോയും ചേർന്ന് മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന പ്രോഗ്രാമിലൂടെ ഹീനമായി പാർട്ടിയെ അപമാനിക്കുന്നു. എന്തിന് ഉമ്മൻചാണ്ടിയെയും യൂത്ത് കോൺഗ്രസിനെയും വരെ അശ്ലീല ചുവയിൽ സംസാരിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലിന്റെ ബഹിഷ്കരണം പിൻവലിച്ച KPCC പ്രസിഡന്റിനും മുഴുവൻ നേതാക്കൾക്കും വീണ്ടും അഭിവാദ്യങ്ങൾ. പാർട്ടിയെ ചാനൽ നാണം കെടുത്തിയാൽ എന്താ? പാർട്ടി പ്രവർത്തകർക്കെതിരെ ചാനൽ കള്ളക്കേസ് കൊടുത്താൽ എന്താ? മരമുറി കള്ളന്റെ പൂത്ത കാശ് കണ്ടാൽ കണ്ണു മഞ്ഞളിച്ചോണം. അതാണോ ഈ പിൻവലിക്കലിന്റെ ഉദ്ദേശം? നിങ്ങൾ എന്ത് തീരുമാനം എടുത്തോളൂ, പക്ഷേ അത് സാധാരണക്കാരായ പ്രവർത്തകരെ അറിയിക്കണം. കാരണം അവരാണ് നിങ്ങൾക്ക് വേണ്ടി ഈ റിപ്പോർട്ടർ ചാനൽ നുണയടിച്ചു വിടുമ്പോൾ അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നതെന്ന് ഓർമ്മയിരിക്കട്ടെ. തെരഞ്ഞെടുപ്പാണ്, പ്രവർത്തകർ പ്രതികരിക്കില്ല എന്നുള്ളതുകൊണ്ട് ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത കാഞ്ഞ ബുദ്ധിക്ക് പ്രത്യേകം അഭിവാദ്യം. എന്നാൽ കേട്ടോ, പ്രതികരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അടുക്കളയിൽ ഇരുന്ന് ആ തീരുമാനമെടുത്ത ഏത് നേതാവായാലും ഇനിയും ശക്തമായി തന്നെ ചാനൽ ബഹിഷ്കരിക്കാൻ തന്നെയാണ് തീരുമാനം. കാരണം ഇവിടെയുള്ള സാധാരണക്കാരന് ആത്മാഭിമാനമുണ്ട്. സന്ദീപ് വാര്യർ, നിങ്ങളെ ഞങ്ങൾ കുറ്റം പറയില്ല. നിങ്ങൾ പാർട്ടി പറഞ്ഞ ഉത്തരവാദിത്തം കൃത്യമായി ചെയ്തു. അത് നിങ്ങൾക്കുള്ളതല്ല. പാർട്ടി അടുക്കളയിൽ ഇരുന്ന് ഒറ്റിയ നേതൃത്വത്തിനെതിരെയാണ്. ആരാണ് ഒറ്റിയതെന്ന് കൃത്യമായി വിവരം കിട്ടിയിട്ടുണ്ട്. ബാക്കി വരും ദിവസങ്ങളിൽ. അതേസമയം K. സുധാകരൻ്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടുള്ള ഈ പേജിൽ തന്നെ മറ്റൊരു കുറിപ്പ് ഇങ്ങനെ: നോ കോംപ്രമൈസ്, നോ അഡ്ജസ്റ്റ്മെന്റ്. റിപ്പോർട്ടർ ചാനലിനെതിരെ ഒറ്റ നിലപാട്. വെറുതെയാണോ പുള്ളിയുടെ കൂടെ കട്ടയ്ക്ക് പിള്ളേരുള്ളത് എന്നുമാണ് ആ കുറിപ്പിലുള്ളത്. റിപ്പോർട്ടർ ചാനലിന്റെ വ്യാജ വാർത്തകളെയും സമീപനങ്ങളെയും പാർട്ടി വളരെ ഗൗരവത്തോടു കൂടി കണക്കിലെടുത്ത് മാധ്യമ ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നിട്ടും പ്രസ്തുത മാധ്യമം അവരുടെ തെറ്റായ വാർത്തകളിൽ ഖേദം പ്രകടിപ്പിക്കുകയോ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സൃഷ്ടിച്ച കേസുകളിൽ നിന്ന് പിന്മാറുകയോ ചെയ്യാത്ത സാഹചര്യത്തിൽ റിപ്പോർട്ടർ ചാനലുമായിട്ടുള്ള സഹകരണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഔദ്യോഗികമായി തീരുമാനിക്കുന്നു എന്നായിരുന്നു ബഹിഷ്കരണ പ്രഖ്യാപന സമയത്ത് കോൺഗ്രസിന്റെ പ്രസ്താവന.